നമ്മുടെ നാട്ടിലെ ഈ ബാലമുരുകൻ ക്ഷേത്രത്തിന്റെ ഈ വർഷത്തെ മഹോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്ന എല്ലാവരെയും ഉത്സവ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഓം സ്കന്ദായ നമഃ, ഓം ഗുഹായ നമഃ. മുരുക ഭഗവാനെ, ഇത്രയും കാലം ഞാൻ നിന്നോട് എനിക്ക് വേണ്ടി ഒന്നും ചോദിച്ചിട്ടില്ല. ഇന്ന് എന്റേതെന്ന് പറയാൻ ഈ ലോകത്ത് ആകെപ്പാടെയുള്ളത് എന്റെ നിലയാ. അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചോദിക്കും. എന്റെ സന്തോഷം എന്ന് പറയുന്നത് എന്റെ നിലമോള് മാത്രമാ. എന്റെ ജീവിതാവസാനം വരെ എന്റെ മോളുടെ മുഖത്ത് സന്തോഷവും സംതൃപ്തിയും ഉണ്ടായിരിക്കണം. ഓം ഷൺമുഖായ നമഃ, ഓം ഫാലനേത്ര സൂതായ നമഃ, ഓം പ്രഭവേ നമഃ, ഓം പിങ്കളായ നമഃ, ഓം മുരുകദേവനേ സ്വാഹ. എല്ലാവർക്കും സകല ഐശ്വര്യങ്ങളും ഭവിക്കട്ടെ. എന്തുപറ്റി വിജി തനിച്ചു വന്നിരിക്കുന്നത്? നിലാവില്ലാതെ പൗർണമി ഉണ്ടാവാം, പക്ഷെ നിലയില്ലാതെ വിജയെ കാണാറില്ലല്ലോ. എവിടെ നമ്മുടെ ചക്രമുത്ത്? നിലക്കുട്ടി, നിന്റെ പാട്ട് കേട്ടിട്ട് മുരുക ഭഗവാൻ ഇങ്ങ് ഇറങ്ങി വന്നേനെ. ആ ശരിക്കും. മോളെ, നിന്റെ മോള് അസാധ്യമായിട്ട് പാടുന്നുണ്ടല്ലോ. ഏതെങ്കിലും പട്ടണത്തിലാണെങ്കിൽ രക്ഷപ്പെട്ടേനെ. പട്ടണത്തിലാണെങ്കിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. ഞാൻ നോക്കിക്കോളാം. ശരി മോളെ. വാ. നിനക്കില്ലാതെ പിന്നെ ഏത് ബൊമ്മയാ വേണ്ടേ? അതാ മിക്കി മൗസ് എനിക്ക് വേണ്ടത്. ആ ബൊമ്മ എത്രയാ? 300 രൂപ. ഈ ബൊമ്മയ്ക്ക് 300 രൂപയോ? അതെ ചേച്ചി. എന്താ ഈ പറയുന്നേ? ഭഗവാന്റെ സന്നിധിയിലാണോ ഈ അന്യായ വില? എന്ത് ചെയ്യാനാ ചേച്ചി, ഇപ്പൊ എല്ലാത്തിനും ഭയങ്കര വിലയല്ലേ. അല്പസമയത്തിനുള്ളിൽ ഓട്ട മത്സരം നടക്കാൻ പോവുകയാണ്. 1ാം സമ്മാനം ഒരു സ്വർണ്ണ നാണയം, 2ാം സമ്മാനം 15,000 രൂപ, 3ാം സമ്മാനം 5,000 രൂപ. നിലേ, നിലമോളെ, നില ഒന്ന് പിടിക്കൂ. നില, നില മോളെ, നില, നില മോളെ, നില. ചേച്ചി, നിലയെ കണ്ടോ? നിലമോൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് പോയി നോക്കും മോളെ. ദാ ആ ഭാഗത്താ, പോയി നോക്ക്. ഈ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്ന ആദ്യത്തെ 3 പേർക്ക് സമ്മാനം കാത്തിരിക്കുന്നു. 1ാം സമ്മാനം ഒരു സ്വർണ്ണ നാണയം, 2ാം സമ്മാനം 15,000 രൂപ, 3ാം സമ്മാനം 5,000 രൂപ. ഓടിവാ ഓടിവാ ഓടിവാ. നിലാമോളാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. വേഗം വാ വേഗം വാ. ഓടിവാ മോളെ, നിലാമോളെ. നല്ല ഉഷാറായിട്ടല്ലേ മോൾ ഓടുന്നത്. വേഗം ഓടിവാ. അങ്ങനെ 1ാം സമ്മാനം ലക്ഷ്യമാക്കി നിലാമോൾ മുന്നേറുകയാണ്. മറ്റു കുട്ടികൾ പുറകിൽ തന്നെ ഓടുന്നുണ്ട്.
നിലമോളെ പിന്നിലാക്കാനുള്ള ശ്രമത്തിലാണ് ബാക്കിയുള്ളവരെല്ലാം. എല്ലാവരെക്കാളും ഇപ്പോൾ നിലാമോളാണ് മുന്നിലോടുന്നത്. ഓടിവാ മോളെ, മോൾക്കാണ് ഫസ്റ്റ് പ്രൈസ്. അങ്ങനെ വാ, വേഗം 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 ഫിനിഷിംഗ് പോയിന്റിലേക്ക് മുന്നേറുന്ന നിലാമോളെ കാണൂ. വേഗമോട് വേഗമോട്, വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. നേരെ നോക്കി ഓടുമോളെ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ. നീ ജയിക്കാൻ മോൾ. അയ്യോ, എന്തു പറ്റി? നിലാമോൾക്ക് ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? കാർത്തികയാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നിലാമോൾ പുറകിലായി കഴിഞ്ഞു. വാശിയേറിയ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ മുന്നേറുക മുന്നേറുക. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. വരൂ വരൂ, വേഗം വരൂ. നിലാമോൾ മുന്നേറുകയാണ്. എന്തു പറ്റിയെന്നറിയില്ല, നിലാമോൾ നന്നായി ഓടി വന്നതായിരുന്നു, ഇപ്പോൾ പുറകിലായിരിക്കുന്നു. കാർത്തികയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കാർത്തിക 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. നില നന്നായി ഓടിയതാണല്ലോ, പിന്നെ എന്ത് പറ്റിയതാ? ശരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടേണ്ടതാ. ദിവ്യമോളും വന്നിരിക്കുന്നു. അടുത്ത വർഷത്തെ മത്സരത്തിൽ നിലാമോൾക്ക് 1ാം സമ്മാനം പ്രതീക്ഷിക്കാം. എന്താ നില, ഫസ്റ്റ് വരേണ്ടതായിരുന്നില്ലേ? മിസ് ചെയ്തല്ലോ. അമ്മ അത് പോട്ടെ, സാരമില്ല. ശരി ശരി. നമ്മുടെ ഇന്നത്തെ പൊതുയോഗത്തിൽ അധ്യക്ഷത വഹിക്കാനെത്തിയ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വരദരാജൻ സാറിനെ 1ാം സമ്മാനമായ സ്വർണ്ണ നാണയം സമ്മാനിക്കാൻ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. വെരി ഗുഡ് മോളെ, ആശംസകൾ. അടുത്തതായി 2ാം സമ്മാനമായ 15,000 രൂപയുടെ ക്യാഷ് പ്രൈസ് സ്വീകരിക്കാൻ നിലമോളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ്. വാ മോളെ, ഇതാ മോള് വാങ്ങിച്ചോ. വെരി ഗുഡ്, ആശംസകൾ. അങ്കിൾ, ആ മൈക്കൊന്ന് തരോ? അമ്മേ, സ്റ്റേജിലോട്ട് വാ. ഇല്ല ഇല്ല, ഞാൻ വരുന്നില്ല. അമ്മേ പ്ലീസ്, അമ്മേ ഒന്നിങ്ങോട്ട് വാ. വേണ്ട വേണ്ട. അമ്മ ഒന്ന് വാ. മോളെ വിളിക്കുന്ന, അങ്ങോട്ട് ചെല്ല്. അമ്മേ, ഇതാ അമ്മേ, ഈ പൈസ ഇദ്ദേഹത്തിന് കൊടുക്ക്. നിങ്ങളുടെ കാശ് തന്നില്ലേ? നീ മേലെ എന്റെ വീട്ടിലേക്ക് വരരുത്. എന്റെ അമ്മയുടെ അടുത്ത് വന്ന് അനാവശ്യം പറയരുത്. ആ കൊച്ചിന്റെ അമ്മയുടെ അടുത്ത് എന്തെങ്കിലും തോന്നിയ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. എന്റെ അമ്മയെ കരയിപ്പിക്കരുത്. ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ സ്റ്റേജിൽ കയറ്റിയിരുത്തി വലിയ ബഹുമാനമൊക്കെ കൊടുത്ത് സംസാരിക്കുന്നു. ഇനിമേൽ എന്നോടെന്നല്ല, വേറെ ഒരു പെണ്ണിനോട് നിങ്ങൾ തെറ്റായി സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ച ഇതുപോലെ പൊതുസ്ഥലത്ത് നാണം കെടേണ്ടി വരും. വാ മോളെ. അമ്മേ, വിശക്കുന്നു. അമ്മേ വിശക്കുന്നു. അമ്മ ഒന്ന് വേഗം വാ. എനിക്ക് വിശന്നിട്ട് വയ്യ. വന്നു വന്നു, എത്തി. എത്ര നേരായി വിശന്നോണ്ടിരിക്കുന്നു. വാരിത്താ. ഇന്ന നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു. മുഴുവൻ കഴിക്കണേ. നിലാമോളെ, അമ്മ നിന്നെ കുറിച്ച് ഓർത്ത് എത്ര സന്തോഷപ്പെടുന്നു അറിയാമോ? ഉത്സവത്തില് വലിയൊരു കുട്ടിയെ പോലെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാ മോളത് ചെയ്തത്. എന്റെ അമ്മ ആര് വേദനിപ്പിച്ചാലും എനിക്ക് അവരെ ഒട്ടും ഇഷ്ടമല്ല. അവർക്ക് ഞാൻ പണിഷ്മെന്റ് കൊടുക്കും. അങ്ങനെയാണോ ചക്കരേ? അങ്ങനെയാണല്ലോ ചക്കരേ. വിജി, ഇരിക്കു ചേച്ചി. അതൊക്കെ ഇരിക്കട്ടെ. ഉത്സവത്തിന് നില ഒരു കലക്ക് കലക്കിനാണല്ലോ കേട്ടത്. ആ വരദരാജന് നിന്റെ കൈകൊണ്ട് തന്നെ പണം തിരിച്ചു കൊടുപ്പിച്ച് അവനെ നാണം കെടുത്തിയെന്ന് നാട്ടുകാർ മുഴുവനും പറയുന്നുണ്ടല്ലോ. അതിനു മാത്രം എന്ത് പാവാടി അയാൾ ചെയ്തത്?
ബേബിജി, പൈസയുടെ കാര്യം എന്തായി? അത് തരാന്ന് പറഞ്ഞ അവധി കഴിഞ്ഞിട്ട് 2 ദിവസമായി. അല്ല, അത് പിന്നെ എന്റെ കൂടെ തുണിക്കടയിൽ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിക്ക് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. എന്നിട്ട് അവരുടെ മോള് ഓപ്പറേഷന് വേണ്ടി കാശ് ചോദിച്ചിരുന്നു. എന്നിട്ടോ? അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ വെച്ചിരുന്ന കാശെടുത്ത് ഞാൻ അവർക്ക് കൊടുത്തായിരുന്നു. ഓഹോ, ചെറിയൊരു സാവകാശം കൊടുത്താ അവര് ശരി, തിരിച്ചു അത് തരും. പോട്ടെ. കാശൊക്കെ കൃത്യമായിട്ട് എത്തുന്നേ. അത് ഇന്ന് വരും, നാളെ പോവും. അതൊക്കെ പോട്ടെ. ഇനി എത്ര കാലം ഇങ്ങനെ കഷ്ടപ്പെടുമെന്ന് വെച്ചാ? രാവിലെ മുതൽ വൈകിട്ട് വരെ കടയിൽ ഒരൊറ്റ നിപ്പല്ലേ. തുണയ്ക്കാണെങ്കിൽ കെട്ടിയോനുമില്ല. ഉള്ളതാകപ്പാടൊരു പെങ്കൊച്ചാ. കഷ്ടം തോന്നുക എനിക്ക്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിന്നെ പോലത്തെ മറ്റുള്ളവരൊക്കെ എന്താ ചെയ്യുമെന്ന് അറിയോ നിനക്ക്? എന്നെ പോലത്തെ കാശുള്ളവരെ ആരും അറിയാതെ സെറ്റപ്പാക്കി വെച്ചേക്കും. ഇതൊന്നും നിനക്ക് അറിയില്ലേ? ഏയ്, പുറത്ത് പോ, പുറത്ത് പോവാൻ. വേണ്ട, പോവാനല്ലേ പറഞ്ഞ? ഞാൻ പറയുന്നത് വേണ്ട. എന്താ വിചാരിച്ച നിങ്ങള്? എന്റെ സ്വഭാവം മാറും. ഞാൻ നിങ്ങളെ എന്റെ ചേട്ടന്റെ സ്ഥാനത്താ കാണുന്നത്. ഇത്ര ചീപ്പായിട്ടാണോ ബിഹേവ് ചെയ്യുന്നത്? കാശ് കടം വാങ്ങിച്ച എന്ത് അനാവശ്യം ചെയ്യാന്ന് വിചാരിച്ചോ നിങ്ങള്? മര്യാദയ്ക്ക് പുറത്തിറങ്ങ്, അല്ലെങ്കിൽ എന്റെ തനി നിറം നിങ്ങൾ കാണും. നീ എന്താ വരട്ടുക? നിന്റെ ഇപ്പോഴത്തെ കഷ്ടപ്പാടും ദുരിതമൊക്കെ കണ്ട് സഹായിക്കാന്ന് കരുതിയതാ. വല്ലാണ്ടങ്ങ് തുള്ളല്ലേ? നോക്ക്, നന്നായിട്ട് ശ്രദ്ധിച്ചു കേട്ടോ. എനിക്ക് നിന്റെ അടുത്തൊരു സഹകരണം ഇല്ലെങ്കിൽ എന്റെ പണം എന്തിനാണ് ഞാൻ നഷ്ടപ്പെടുത്തുന്നേ? നോക്ക്, 24 മണിക്കൂറിനുള്ളില് എന്റെ പൈസ 15,000 രൂപ എന്റെ കയ്യിലെത്തിയിരിക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ, ഹാളിൽ വന്ന് കാശ് ചോദിച്ച എനിക്ക് നിന്റെ ബെഡ്റൂമിൽ കയറി വരാനേ വെറും 10 സെക്കൻഡ് മതിയടി. പോ, പുറത്ത് പോ, പുറത്തോട്ട് പോവാൻ. പോവാ, കാണിച്ചു തരാവടി. കാശ് വാങ്ങി ഫുഡ് അടിച്ചിട്ട് തിരിച്ചു വയ്ക്കുമ്പോ ഒരുമാതിരി ഊടായിപ്പ്. എന്റെ ഈശ്വര, അതിന് പകരം വീട്ടാനാ ഓട്ട മത്സരത്തിൽ ജയിച്ച് ആ കാശ് കൊണ്ടാ അയാളുടെ കടം മോള് തന്നെ വീട്ടിയത്. അങ്ങനെ വരട്ടെ. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വിവരം അവക്ക്. എന്റെ ദൃഷ്ടി പറ്റുന്ന തോന്നുന്നേ. നിലമോക്ക് നിന്നോട് എന്ത് സ്നേഹാന്നറിയോ? ഇത്രയും ബുദ്ധിയുള്ള ഒരു കുട്ടി ഉണ്ടായിട്ട് അതിനൊന്നും ലാളിക്കാൻ നിൽക്കാതെ നിന്റെ ഭർത്താവ് നിങ്ങളെ ഉപേക്ഷിച്ച് നാട് വിട്ടുപോയില്ലേ? ആ കാര്യം ആലോചിച്ചാ മുത്തശ്ശി, അയാളെപ്പറ്റി മാത്രം മിണ്ടരുത്. ഐ ഹേറ്റ് മൈ ഡാഡി. എന്റെ അമ്മ ഇത്രയും കഷ്ടപ്പെടുന്നതിന് കാരണം അയാൾ മാത്ര. എന്റെ ജീവിതത്തിൽ ഒരിക്കലും അയാളെ കാണരുതെന്ന് ഞാൻ ദൈവത്തിനോട് നേർന്നിട്ടുണ്ട്. എനിക്ക് ഈ ലോകത്തിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത എന്റെ അച്ഛനെയാ. എന്റെ അച്ഛൻ മാത്ര. അത് മനസ്സിലാക്കിക്കോ നിങ്ങള്. ഡാഡി, സൂപ്പർ ആയിട്ടുണ്ട് ഡാഡി. ഡാഡി, എനിക്ക് ആ ട്യൂബ് എടുത്ത് തരോ? എടാ, അച്ഛമ്മയോട് 2 ദിവസത്തേക്ക് ബാംഗ്ലൂരിൽ തന്നെ താമസിക്കാൻ പറഞ്ഞാൽ സ്കൂളിൽ പോവാതെ ജോലി അടിക്കായിരുന്നു. കേട്ടില്ലേ? അച്ഛമ്മ വന്നു കഴിഞ്ഞാൽ എന്നെ സ്കൂളിൽ പോന്നും പറഞ്ഞ എന്നെ ടോർച്ചർ ചെയ്യുവച്ചാ. ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് എന്തിനാ അവരെ കുറിച്ചൊക്കെ ആലോചിക്കുന്നേ? ചിൽ ആൻഡ് ബി കൂൾ. നോക്കെ, ഇനി 2 ദിവസം കൂടി മോൻ ഇഷ്ടത്തിന് എൻജോയ് ചെയ്യാം. വിക്രം, എന്താ? നിന്റെ അമ്മ ഫോൺ ചെയ്ത് നീ ഓഫീസിൽ പോയെന്ന് എന്നോട് ചോദിക്കും. വേഗം കയറി വാ, സമയായി. ഒരു രക്ഷയില്ല. ഇന്ന് എന്റെ മകൻ കവിന്റെ കൂടെ ഞാൻ അടിച്ചു പൊളിക്കാൻ പോവാ. ഓഫീസിലേക്കൊന്നും എനിക്കിന്ന് പോകാൻ പറ്റില്ല. അപ്പൊ സ്കൂള് ലീവ് തന്നെ. നമ്മളെ ആരെയും വിശ്വാസം ഇല്ലാത്തോണ്ട്
കവിൻ സ്കൂളിൽ പോയെന്നറിയാൻ വീഡിയോ കോളിൽ ദേവയാനി വിളിക്കുന്നുള്ളത് ഉറപ്പാ. അങ്ങനെയൊന്നും വിളിക്കല്ലേ എന്റെ മുത്തശ്ശി. അയ്യോ എടാ, ദേവയാനി വന്നടാ. അതെ ചേട്ടാ, അമ്മ വന്നു എന്നാ തോന്നുന്നേ. എന്നെ ഇന്ന് ഏപ്രിൽ ഫുൾ ആക്കാൻ നോക്കുവാണോ? എടാ, എന്റെ ചോറ്റാനിക്കരി അമ്മയെ തൊട്ട് സത്യം ചെയ്ത് പറയുവാ, ദേവയാനി വന്നടാ. അതെയോ? എവിടെ? അയ്യോ, സാരി എടുത്ത മിലിറ്ററി ഓഫീസർ വന്നല്ലോ. അയ്യോ അച്ഛ, എന്നെ ഇവിടെ നിന്ന് കേറ്റിവിട്, ഞാൻ പോയി ഒളിക്കട്ടെ. ഗോവിന്ദ മാഡം, ഇതെന്റെ ലാസ്റ്റ് വാണിംഗാ. മീറ്റിംഗ് ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ മുൻകൂട്ടി എന്നെ അറിയിക്കണമെന്ന് പറയണം അവരോട്. വെറുതെ എന്നെ അവിടം വരെ വരുത്താൻ ഇടവരുത്തരുത്. ഓക്കെ മാഡം. എന്നാ ഒന്ന് വേഗം താ മുത്തശ്ശി, ഞാൻ എവിടെയെങ്കിലും പോയി ഒളിക്കട്ടെ. സ്വിമ്മിംഗ് പൂളിൽ നന്നായിട്ട് കുളിച്ചോണ്ടിരുന്നതാ. ഈ നനഞ്ഞ നിക്കർ എന്ത് ചെയ്യും? വീടിന്റെ പുറകിൽ പോയി ഒളിക്കാൻ നോക്കി മീശ വലിച്ചിട്ടുണ്ടല്ലോ. ഇനി എന്താ ചെയ്യാ? എന്താ മോളെ, ബാംഗ്ലൂരിൽ മീറ്റിംഗിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നേ? ആ അത് തന്നെ, മീറ്റിംഗ് ക്യാൻസലായി, അതുകൊണ്ടാ തിരിച്ചു വന്നത്. അയ്യോ. വിക്രം, സമയം എത്രയെന്നറിയോ? നീ എന്തെങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ കളിച്ചോണ്ടിരിക്കുന്നേ? അല്ല, കവിനെവിടെ? സ്കൂളിൽ പോയല്ലോ അവൻ. ചോദിക്കരുതെന്ന് വിചാരിച്ചതാ ചോദിക്കുന്നേ. എന്താ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് മിഴിച്ചു നോക്കുന്നേ? കവിൻ എവിടെയെന്ന്? അവൻ സ്കൂളിൽ പോയില്ലേ? അങ്ങനെയാണോ? ആ, സ്കൂളിൽ പോയി. വിശ്വസിച്ചെന്ന് തോന്നുന്നേ, രക്ഷപ്പെട്ടു. ഞാൻ സ്ഥലത്തില്ലാത്ത സമയം നോക്കി കവിൻ സ്കൂളിൽ ലീവാക്കുന്ന ഞാൻ വിചാരിച്ചത്. കുഴപ്പമില്ല, എന്റെ പേരക്കുട്ടി കൃത്യമായി സ്കൂളിൽ പോയിട്ടുണ്ട്. വെരി ഗുഡ്. നല്ല ഉത്തരവാദിത്വം ഉണ്ട് അവന്. ഞാൻ വരുന്ന വഴിക്ക് അവന് ചോക്ലേറ്റും കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. ചോക്ലേറ്റ്? വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ട് അവന് കൊടുക്കണം. ചോക്ലേറ്റും കേക്കും ഒക്കെ മിസ്സാവല്ലോ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? അയ്യോ, കേറിപ്പോടാ. മാഡം, മാഡം, എന്താ? കവിന്റെ അവിടെ എവിടെ? അവിടെ മുകളിലോട്ട് നോക്ക്. എവിടെ? അവിടെ ഇല്ലല്ലോ. മുകളിലത്തെ ബാൽക്കണിയില്. അതിന് സാധ്യതയില്ല, അവൻ സ്കൂളിൽ പോയിരിക്കല്ലേ. അത് ശരിയാ, സ്കൂളിൽ പോയല്ലോ. ഇല്ല മാഡം, ഇപ്പോ എന്നെ കണ്ടപ്പോ അവൻ ഓടുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. സ്കൂളിൽ പോവാൻ പഠിച്ച എന്നെ വേണ്ടിട്ട് ഓടിക്കുവാണല്ലോ. നീ എന്തൊക്കെ പറയുന്ന ഗോവിന്ദ? കവിൻ മുകളിലുണ്ടെന്നോ? അതെ മാഡം, ഞാൻ കണ്ടെന്നേ. ഇവരെല്ലാം മേഡത്തെ പറഞ്ഞു പറ്റിച്ചോണ്ടിരിക്കുക. എല്ലാരും എന്നോട് നുണ പറഞ്ഞതാണല്ലേ? അയ്യോ അല്ലമ്മേ, ഈ ഗോവിന്ദന്റെ കൊടവേറാണ് സത്യം. അവൻ സ്കൂളിൽ പോയിരിക്കുക. മാഡം, അത് മോൻ കള്ളസത്യം പറയുന്ന. കവി മോൻ സ്കൂളിലേക്ക് പോയിട്ടില്ല, പോയിട്ടില്ല, പോയിട്ടില്ല. കവിൻ, 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 മര്യാദക്ക് ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. എവിടെയുള്ള നീ? കവിൻ, നിന്റെ വായിൽ വല്ല വെറ്റിലും വെച്ച ഉടക്കി. അല്ല, നിന്റെ കവിളത്ത് എന്താ? റോസ്. അപ്പൊ ഞാൻ ജാക്ക. ഓഹോ,
ഇവിടെ ഇരിക്കുകയാണല്ലേ, നിക്ക്, ഞാൻ പിന്നെ കാണിച്ചു തരാം. ഗോവിന്ദ പോയി നോക്ക്. എന്റെ അമ്മ. പോയി നോക്കാൻ പറഞ്ഞിട്ട് അമ്മയെ വിളിക്കുന്നു. പോയി നോക്ക്. ഓക്കെ മേഡം. കവിൻ, ഓ ഇവൻ വിടുന്ന ലക്ഷണമില്ലല്ലോ. കവിൻ, എവിടെയാ ഉള്ള നീ? കവിൻ, അയ്യോ, താഴെ കിടന്ന് വിളിക്കുന്നുണ്ടല്ലോ. കവിൻ, മര്യാദയ്ക്ക് വരുന്നതാ നല്ലത്. ഈ ടേബിളിന്റെ അടിഭാഗം എനിക്ക് സേഫാ. ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അമ്മയ്ക്ക് ഞങ്ങളെ വിശ്വാസമില്ലേ? കവൻ സ്കൂളിൽ പോയമ്മേ. ഗേറ്റ് നിൽക്കാതെ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ വെള്ളം കുടിക്കാൻ വന്ന. വെള്ളം കുടിക്കണ തക്കാളി നോക്കണം. പോവാൻ നോക്ക്. പോവാനല്ലേ പറഞ്ഞേ? എന്തൊക്കെയുണ്ട് വിശേഷം? അയ്യോ, അച്ഛമ്മ വിളിക്കുന്നല്ലോ. ഞാൻ പിന്നെ വരാം കേട്ടോ. സ്വന്തം മകനെ അമ്മയ്ക്ക് വിശ്വാസമല്ലേ? ഒരു മാനേജർ പറയുന്നതാണ് വിശ്വസിക്കണ്ടേ? ഞാനല്ലേ കവനെ സ്കൂളിൽ കൊണ്ടുവിട്ടത്, അതുകൊണ്ടല്ലേ ഞാനീ പറയുന്നേ. നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് വിശ്വസിച്ചല്ലേ പറ്റൂ. ആ കവിൻ, കവിൻ, ഒരു പക്ഷെ താഴെ കാണാൻ സാധ്യതയുണ്ട്. ഇയാൾ എന്നെ കണ്ടുപിടിക്കുന്ന തോന്നുന്നേ. ഗോവിന്ദ, ഇനി അവനെ നോക്കണ്ട, മതി, ഇങ്ങ് പോരെ. ഓ, അപ്പൊ കിട്ടി. വരുന്നു മേഡം. ആശ്വാസായി. അമ്മേ. എന്താ? അല്ല, ഇത് നനഞ്ഞില്ല, തണുപ്പ്, അതുകൊണ്ടാ. പൂജ, പോയി ടവലെടുത്തോണ്ട് വാ. ആ ശരി. നീ ഇവിടെ ഇരുന്നേ. ആ. എന്റെ പേരക്കുട്ടി എന്നെ പറ്റിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ സ്ഥലം കൊള്ളാലോ. ഐഡിയ. ഞാൻ കവിനെ കണ്ടതാണല്ലോ. അവൻ മുകളിലുണ്ടായിരുന്നല്ലോ. എവിടെ പോയി കാണും? അച്ചി, ശബ്ദം കേട്ടെന്നാ തോന്നുന്നത്.